വലിയ ക്രാഷിന് ശേഷം മുകളിലേക്ക് പതുക്കെ കയറി തുടങ്ങിയ ഇന്ത്യൻ മാർക്കറ്റ് അതിലും വേഗത്തിൽ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഇഷ്യൂസ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ക്രൂഡ് ഓയിലിന്റെ വില വർധന, ഇതെല്ലാം മാർക്കറ്റിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് മൊത്തം ഇങ്ങനെ റെഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു റെഡ് കളറിൽ തന്നെ ആകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വിറ്റൊഴിവാക്കിയാലോ എന്ന് പലപ്പോഴും തോന്നുന്ന അല്ലെങ്കിൽ പേടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു പേടി കൊണ്ട് തന്നെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം വിറ്റ് ആ നഷ്ടം സഹിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ എനിക്കറിയാം. അതിനു മുകളിൽ ഇനിയും ആ ഒരു ഡിസിഷൻ എടുക്കാതെ എന്ത് ചെയ്യുമെന്നറിയാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന വേറെ കുറെ പേരെയും എനിക്കറിയാം. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ പണം ഉണ്ടാക്കിയവരെല്ലാം ഇതുപോലെയുള്ള മാർക്കറ്റ് ക്രാഷുകളെ ശരിക്കും മുതലെടുത്തവരാണ്. എല്ലാവരും പേടിച്ച് വിൽക്കുമ്പോൾ ധൈര്യത്തോടെയും സ്മാർട്ടായിട്ടും വാങ്ങുന്നവരാണ് അവസാനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് താഴെ പോകുമ്പോൾ നല്ലപോലെ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരും. അതുകൊണ്ട് ഇതൊരു ട്രാജഡി അല്ല, കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച സാധനം വിലക്കുറവിൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെയിലായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരു മാർക്കറ്റ് ഫാൾ എങ്ങനെ നമ്മുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, എല്ലാവരും സെല്ല് ചെയ്യുന്ന തിരക്കിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള കമ്പനികളെ എങ്ങനെ കണ്ടെത്താം, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണ്, 2026 ഈ ഒരു സിറ്റുവേഷനിൽ ഏതൊക്കെ സെക്ടറുകളിലാണ് കൂടുതൽ സാധ്യതകളുള്ളത്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം.